ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 84ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും രക്തസാക്ഷികൾക്കും ഇരുസഭകളും ആദരമർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചയുടൻ പ്രതിപക്ഷ അംഗങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭ വിഷയം ഉന്നയിക്കുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയും ചെയ്തതോടെ സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും ഇനി തിങ്കളാഴ്ച ചേരും. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു കൈത്തറി അവാർഡുകൾ സമ്മാനിച്ചു. 2015 ഓഗസ്റ്റ് 7-ന് ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പ്രമുഖ കൈത്തറി സംഘങ്ങൾ, ഹാൻടെക്സ്, ഹാൻഡ്വീവ്, കരകൌശല സംഘങ്ങൾ എന്നിവരുടെ 60-ലധികം സ്റ്റാളുകൾ ഉണ്ടാകും. കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിന് കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണമെന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളി ശുഭ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും അതിന്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 വയസ്സിൽ നെയ്യാൻ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. പഴയവര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പു രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സോൺ 7 പരിപാടികളുടെ ഉദ്ഘാടനം VSSC ഡയറക്ടർ ഡോക്ടർ രാജീവ് UP തിരുവനന്തപുരം വിതുര ജവഹർ നവോദയ വിദ്യാലയത്തിൽ നിർവഹിച്ചു. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ പരീക്ഷണം നടത്താനുള്ള പ്രചോദനം ചന്ദ്രയാൻ 3ന്റെ വിജയത്തിലൂടെ ലഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. മിസൈലിന്റെ പ്രവർത്തനപരവും സാങ്കേതികവുമായ എല്ലാ വശങ്ങളും പരീക്ഷണം വഴി സാധൂകരിച്ചു. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. അവയവദാനത്തെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ച ജുഗ് ജുഗ് ജിയോ അഭിയാൻ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്ന് കേന്ദ്ര സർക്കാർ. അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് ഒരു വർഷത്തെ രാജ്യവ്യാപക ബോധവൽക്കരണ പരിപാടിയുടെ ലക്ഷ്യം. കരുതൽ തടങ്കലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സുഗതന്റെ എസ്കോർട്ട് പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ മറുപടി കത്ത് റദ്ദാക്കിയതായി ആഭ്യന്തര വകുപ്പ്. ഇതോടെ പരോൾ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള മുൻ തീരുമാനം തുടരും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനൌദ്യോഗിക കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് 463 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,517 പേരാണ് കഴിയുന്നത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായും റവന്യൂ മന്ത്രി അറിയിച്ചു. കോട്ടയത്ത് മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. കിഴക്കൻ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ പെയ്തതോടെ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ. ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ആറുകളിലെ ജലനിരപ്പ് നിലവിൽ അപകടനിലയ്ക്ക് താഴെയാണ്. കുമരകം, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. എന്നാൽ മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,063 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മലപ്പുറം പാണക്കാടുണ്ടായ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ ജില്ലയിൽ വ്യാപക മഴ തുടരുന്നു. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മലയോര പ്രദേശം ഉൾപ്പെടെ ജില്ലയിൽ രാവിലെ മുതൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 23 സ്ത്രീകളും 10 പുരുഷന്മാരും 10 കുട്ടികളും ഉൾപ്പെടെ 43 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 4 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായി. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 4,24 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. മന്ത്രി OJ ജനീഷ് പ്രദേശത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കുതിരാനിലെ ഇരട്ട തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് തുരങ്കമുഖത്തിന് മുകളിലായാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരിയ തോതിൽ മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ച സമയത്ത് തന്നെ നേരിയ തോതിൽ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ തൃശൂർ ഭാഗത്ത് നിന്ന് പ്രവേശിക്കുന്നയിടത്താണ് ഇപ്പോൾ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. പരിശോധനയ്ക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി എത്തിച്ചേരും. തുരങ്കത്തിന് മുകളിൽ കയറിയും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ മത്സരത്തിൽ ജപ്പാന്റെ ടോപ്പ് സീഡ് താരം ഹിന അക്കേച്ചിയെയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ മറ്റൊരു ക്വാർട്ടറിൽ തൻവി ശർമ്മയെ തോൽപ്പിച്ചാണ് രക്ഷിത രാംരാജ് സെമിയിൽ സ്ഥാനമുറപ്പിച്ചത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി റോയ്, കൃഷ്ണപ്രസാദ് ഗരഗ സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ ടീമിനെ നേരിടും. US-ൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R. പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജവോഖിർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജൂണിൽ ഓസ്ലോയിൽ നടന്ന നോർവേ ചെസ്സിന്റെ അവസാന റൌണ്ടിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ ചരിത്ര നേട്ടം കുറിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 430 പോയിന്റ് ഇടിഞ്ഞ് 78,520-ലും നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തിൽ 24,565-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയും ഗ്രാമിന് 13,740 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കനത്ത മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥിതിഗതി നിരന്തരം നിരീക്ഷിക്കുന്നതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ.
കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.